ഹലോ നമസ്കാരം, മിനി റീഡിംഗിലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങൾ തമ്പ്നെയിലിൽ കാണുന്ന ആദ്യത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങളോട് യൂണിവേഴ്സിന് ഇപ്പോൾ എന്താണ് പറയാനുള്ളത് നോക്കാം. മിനി റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു, നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്നു എന്ന് അറിയണേൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ എല്ലാ കമന്റ്സും ഞാൻ വായിക്കാറുണ്ട്, പറ്റുന്നതിനൊക്കെ ഞാൻ റെസ്പോണ്ടും ചെയ്യാറുണ്ട്. ഓക്കെ, പേജ് ഓഫ് വാൻസ് ആണ് കിട്ടിയിരിക്കണേ. ലൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. ഓക്കെ, clarify the page of wands. Clarify the strength. ഓക്കെ, എനിക്ക് എന്തോ ഇങ്ങനെ സംതിങ് ഈസ് കമ്മിങ് യുവർ വേ എന്നൊരു മെസ്സേജ് വളരെ സ്ട്രോങ് ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനെ കാണിക്കുന്ന കാർഡ്സ് ആണ് വന്നിട്ടിരിക്കുന്നത്. അണ്ടർലൈൻ എനർജി ഫൂൾ ആണ്. അപ്പോ നിങ്ങളുടെ കംഫർട്ട് സോണിന് പുറത്ത് നിൽക്കുന്ന ഒരു കാര്യം, ഓക്കെ, ഒരു ഷിഫ്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. നിങ്ങളോട് അതാണ് പറയണേ, ബി ഓപ്പൺ ടു ഇറ്റ്. പേജ് ഓഫ് വാൻസ് എങ്ങനെയാണ് വരുന്ന മാറ്റങ്ങളെ അവിടെ ഒരു കൺട്രോൾ ചെയ്യാതെ, അതിൽ നിന്ന് ഓടി ഒളിക്കാതെ അതിനെ സ്വീകരിക്കുന്ന ഒരാളാണ്. ഓക്കെ, വളരെ ഫ്രീ ആയിട്ട് വരുന്ന ജീവിതത്തെ വരുന്ന പോലെ സ്വീകരിച്ചു പോകുന്ന ഒരു ഫ്രീ സ്പിരിറ്റ് എനർജി തന്നെയാണ് പേജ് ഓഫ് വാൻസ്. അപ്പം ആ ഒരു എനർജി, ആ ഒരു ഷിഫ്റ്റ്, ആ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കേണ്ട ഒരു സമയത്തിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ട്. ഓക്കെ, ഓൾറെഡി ചിലപ്പോൾ നിങ്ങൾ ആ ഒരു ഏരിയ, ആ ഒരു സമയത്തായിരിക്കാം. അപ്പൊ നിങ്ങൾ ഇങ്ങനെ കണ്ടംപ്ലേറ്റ് ചെയ്യാണ്, ഞാൻ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് സിറ്റുവേഷൻ അതെന്ത് തന്നെയാണെങ്കിലും അത് ഡീൽ ചെയ്യാൻ, അത് ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾ റെഡിയാണ്. ഓക്കെ, നിങ്ങൾ തയ്യാറാണ്, നിങ്ങൾ എനർജറ്റിക്കലി അതിന് റെഡിയാണ്. നിങ്ങൾ ഇവിടെ ആകെ ചെയ്യേണ്ടത് ആത്മവിശ്വാസത്തോടെ ആ ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കുക എന്നുള്ളതാണ്. ആ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ കംഫർട്ട് സോൺ പുറത്ത് വരണമെങ്കിൽ പോലും അത് ചെയ്യണം. ഓക്കെ, ഈ ഒരു ടൈം നിങ്ങളുടെ കംഫർട്ട് സോൺ പുറത്ത് കടക്കാനുള്ളത് തന്നെയാണ്. അത് നിങ്ങൾക്ക് നല്ലതിനാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ പുറത്തേക്ക് കടക്കുക. ഇത് ഡിവൈൻ പ്ലാൻ പ്രകാരമാണ് നടക്കുന്നത് എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഡിവൈൻ അലൈൻമെന്റ്, ഡിവൈൻ ടൈമിങ്ങിലാണ് ഇത് സംഭവിക്കുന്നത്. ഇത് ലോങ് ടേമിലേക്കുള്ളതാണ്. ഇതിലൂടെ ഒരുപാട് ഷിഫ്റ്റ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഒരുപാട് പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കും ഈ ഒരു പുതിയ ചാപ്റ്ററിൽ. ഓക്കെ, ഒരുപാട് ലെസൺസ് നിങ്ങൾ ലേൺ ചെയ്യുന്നുണ്ട്. നല്ല നല്ല എക്സ്പീരിയൻസസ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ ആസ് എ പേഴ്സൺ ഒരുപാട് മാറ്റം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. നിങ്ങൾ സർവോപരി യൂണിവേഴ്സിന്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. നിങ്ങൾ സേഫ് ആയിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഭയം ഒന്നും ഇവിടെ വേണ്ടതില്ല. കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് പോവാ, വളരെ കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് പോവാ. ഇത് നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയാ, ഞാൻ കേൾക്കുന്നത് നിങ്ങൾക്ക് തിളങ്ങാനുള്ള അവസരങ്ങൾ കിട്ടുന്നതാണ്. ഓക്കെ, അതായത് നിങ്ങൾ ആ ഒരു സെന്റർ ഓഫ് അറ്റൻഷൻ ആകുന്ന, നിങ്ങൾക്ക് ഒരുപാട് ശോഭിക്കാൻ സാധിക്കുന്ന അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നുണ്ട് ഈ പുതിയ ചാപ്റ്ററിൽ. പക്ഷെ അതൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കണമെങ്കിൽ നിങ്ങൾ ആ ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കണം. നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ പുറത്ത് വന്നിരിക്കണം. നിങ്ങൾക്ക് ഇപ്പൊ എന്തൊക്കെ എക്സ്ക്യൂസസ് ആണ് നിങ്ങൾ കാണുന്നത്? ഓക്കെ, നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ചിലപ്പോൾ വന്നിട്ടുണ്ടായിരിക്കാം. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ നല്ല ഓപ്പർച്യൂണിറ്റിയാണ്, ലെജിറ്റ് ആയിട്ടുള്ളതാണ്, ഒക്കെയാണ്. പക്ഷെ എന്നിട്ടും നിങ്ങൾ കാരണങ്ങൾ കണ്ടെത്തുകയാണ് അതിനെ അവോയ്ഡ് ചെയ്യാനെങ്കിൽ ഉറപ്പിക്കുക, നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരാനുള്ള മടിയാണ് നിങ്ങളെ കൊണ്ട് ഈ കാരണങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഓക്കെ, ദയവ് ചെയ്ത് ഇതിനെ ഉപേക്ഷിക്കാതിരിക്കുക. അത് നിങ്ങൾ പിന്നെ അല്ലെങ്കിൽ റിഗ്രറ്റ് ചെയ്യും. അതുകൊണ്ടാണ് പിന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾക്ക് കുറ്റബോധം തോന്നും, വേണ്ടായിരുന്നു, അന്ന് അതെടുത്ത് ആ ഒരു ഓപ്പർച്യൂണിറ്റി സ്വീകരിച്ചു പോയാൽ മതിയായിരുന്നു, അന്ന് ആ ഒരു മാറ്റം, ആ ഒരു അവസരം വന്നപ്പോൾ അത് സ്വീകരിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ ഒരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ കളിക്കും. അത് പിന്നെ ലൈഫ് ലോങ്ങിലേക്ക് നിങ്ങൾക്ക് ഒരു ബാധ്യതയായിട്ട് മാറും. ഓക്കെ, അപ്പൊ അത് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്, സ്വീകരിക്കുക, മുന്നോട്ട് പോവുക എന്നുള്ളത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് നല്ലതാണ്. യൂണിവേഴ്സിന്റെ പ്രൊട്ടക്ഷനും സേഫ്റ്റിയും നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നുണ്ട്. ഇത് നല്ല ഒരു ഗുഡ് ന്യൂസ് തന്നെയാണ്. നിങ്ങളുടെ സ്ട്രഗിൾസിന്റെ ഒരു അവസാനം തന്നെയാണ് ഇത് എന്താ പറയണ്ടത്, സിഗ്നിഫൈ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യും ഒരുപാട്. ഓക്കെ, അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ കംഫർട്ട് സോൺ. ഇപ്പൊ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലം അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ കംഫർട്ട് സോൺ ആയി മാറിക്കഴിഞ്ഞു. അപ്പൊ അതിൽ നിന്ന് പുറത്തു വരണം. കാരണം ഈ ഒരു അവസരം സ്വീകരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ റുട്ടീനിൽ മാറ്റം വരും, നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരും. ഓക്കെ, ചിലപ്പോൾ പുതിയ അന്തരീക്ഷം, പുതിയ ആളുകൾ, പുതിയ ഒരു രീതികൾ ഒക്കെ നിങ്ങൾ എന്താ പറയാ സ്വീകരിക്കേണ്ടതായിട്ട് വരും. അതിനൊക്കെ ഉള്ള ഒരു മടി കൊണ്ടാണ് നിങ്ങൾ വേണ്ടാന്ന് വെക്കുന്നത്. പക്ഷെ ഇത് നിങ്ങൾക്ക് നല്ലതാണ്. ഇത് ഡിവൈൻ പ്ലാൻ പ്രകാരം, ഡിവൈൻ അലൈൻമെന്റ്, അല്ലെങ്കിൽ അതെ, ഡിവൈൻ അലൈൻമെന്റിന്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ്, ഡിവൈൻ ടൈമിങ്ങിൽ നടക്കുന്നതാണ്. നിങ്ങൾക്ക് ഒരുപാട് ശോഭിക്കാനുള്ള അവസരങ്ങൾ ഇതിലൂടെ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ഇത് ഹാൻഡിൽ ചെയ്യാൻ റെഡിയുമാണ്. ഇത് ആക്സെപ്റ്റ് ചെയ്യുക, സ്വീകരിക്കുക, മുന്നോട്ട് പോകുന്നത് മാത്രമാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകന്ത ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. താങ്ക് യു.
ഹലോ ഗ്രൂപ്പ് ടു നമസ്കാരം. അപ്പൊ നിങ്ങൾ തമ്മിലത്തെ രണ്ടാമത്തെ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നമുക്ക് നോക്കാം യൂണിവേഴ്സിന് നിങ്ങളോട് ഇപ്പോൾ എന്താണ് പറയാനുള്ളത് എന്ന്. ജസ്റ്റിസ് കാർഡ് കിട്ടിയിട്ടുണ്ട്. ക്ലാരിഫൈ ദ ജസ്റ്റിസ്. ഓക്കെ, ഇവിടെ എന്താ ഒരു നിങ്ങളുടെ മനസ്സിന് ശരിയെന്ന് തോന്നുന്നത് ചെയ്യുക എന്നാണ് ഞാൻ കേട്ടത് ഈ ഒരു കാർഡ്സ് വീണപ്പോ. എസ്പെഷ്യലി ആ ജസ്റ്റിസ് കാർഡും പിന്നെ കിങ് ഓഫ് കപ്സും കൂടെ ഒരുമിച്ച് വീണപ്പോ നിങ്ങളുടെ മനസ്സിന് ശരിയെന്ന് തോന്നുന്നത് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എന്തോ അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചിട്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തിൽ നിന്നോ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു കണക്ഷൻ ആയിരിക്കാം കേട്ടോ, ചിലപ്പോൾ ഒരു സാഹചര്യം ആയിരിക്കാം. അങ്ങനെ ഒരു അതായത് നിങ്ങൾ ഒരു കാര്യം ഉപേക്ഷിക്കേണ്ടതുണ്ട്, വേറൊരു കാര്യം സ്വീകരിക്കേണ്ടതുണ്ട്. ഈ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അവിടെ നിങ്ങളുടെ മനസ്സിന് ശരി എന്താണെന്ന് തോന്നുന്നത് ചെയ്യാൻ പറയുന്നു. ഓക്കെ, ചുറ്റുമുള്ളവര് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കുക. അപ്പൊ ചുറ്റുമുള്ളവർ പറയുന്നത് ഒരുപാട് നിങ്ങൾ കേൾക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ, അവർ പറയുന്നതെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആകെ കൺഫ്യൂസ്ഡ് ആകാൻ സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങളെ കുറേ കൂടെ നിങ്ങളുടെ എന്താ പറയണ്ടേ, നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ക്ലാരിറ്റിയും കൂടെ ഇല്ലാതായിട്ട് കുറേ കൂടെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകാനും ഒരു ആൻസൈറ്റി, ഒരു ഇല്യൂഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ, ഓക്കെ, തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ തെറ്റായ തീരുമാനത്തിലെത്താനും സാധ്യതയുണ്ട് എന്ന് കാണുന്നു. അപ്പോൾ നിങ്ങളോട് എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിലേക്ക് ബേർഡൻ ആകില്ല എന്ന് ഉറപ്പുള്ള കാര്യം എന്താണോ അതാണ് ചെയ്യേണ്ടത്. അപ്പം ഈ ഒരു സംഭവം അത് ഉപേക്ഷിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഉപേക്ഷിച്ചാലാണ് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഒരു ബേർഡൻ ഇല്ലാണ്ടാകുന്നതെങ്കിൽ അത് ഉപേക്ഷിക്കാം. അല്ല സ്വീകരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എങ്കിൽ, അപ്പോഴാണ് ബേർഡൻ ഇല്ലാണ്ടാവണമെങ്കിൽ അത് സ്വീകരിക്കാൻ മുന്നോട്ട് പോവാ. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങളോട് പറയുന്നത് യു ക്യാൻ ടേക്ക് യുവർ ടൈം. സമയം എടുക്കുക, ധൃതി വെച്ച് തീരുമാനിക്കേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, മെഡിറ്റേറ്റ് ചെയ്യാം നിങ്ങൾക്ക്. ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ് ഇവിടെ ഞാൻ കാണുന്നത്. മെഡിറ്റേറ്റ് ചെയ്യാം നിങ്ങൾക്ക്. ഓക്കെ, മെഡിറ്റേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസസിൽ നിന്ന് നിങ്ങൾ പഠിച്ചിട്ടുള്ള പാഠങ്ങൾ ഇവിടെ ഉപയോഗപ്പെടുത്താൻ പറയുന്നു. അതിനെല്ലാം ഉപരി യൂണിവേഴ്സ് തരുന്ന സൈൻ എന്താണ് ഈ ഒരു കാര്യത്തിൽ. ഓക്കെ, നിങ്ങൾ ഇതിനെക്കുറിച്ച് യൂണിവേഴ്സിനോട് ചോദിക്കുമ്പോൾ യൂണിവേഴ്സ് എങ്ങനെയാണ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണ് പറയുന്നത്, ഇതിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറയുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ അക്ഷമരാകേണ്ട സമയമല്ല, ഇപ്പൊ വളരെയധികം പേഷ്യൻസ് വേണ്ട സമയമാണ്. വളരെ പേഷ്യൻസ് വേണ്ട സമയമാണ്. ഈ ഒരു കാര്യത്തില് നിങ്ങളുടെ ഹയസ്റ്റ് ഗുഡിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഓക്കെ, മറ്റുള്ളവർ പലരും പറയുന്നത് അവരുടെ പെർസ്പെക്റ്റീവ് ആണ്, അവരുടെ കാഴ്ചപ്പാടുകളാണ്, അവരുടെ വിശ്വാസത്തിന്റെ പുറത്താണെന്ന് മനസ്സിലാക്കുക. അതിന്റെ പേരിൽ അവർ പറയുന്നത് അങ്ങനെ കണ്ണടച്ച് വിശ്വസിച്ച് അതുപോലെ തീരുമാനം എടുക്കാൻ നിൽക്കരുത് എന്ന് നിങ്ങളോട് എടുത്ത് പറയുന്നു. നിങ്ങളുടെ മനസ്സിന് ശരിയെന്ന് എന്താണോ തോന്നുന്നത് അത് ചെയ്യണം. അപ്പോഴാണ് നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഒരു ന്യായം, ഓക്കെ, അല്ലെങ്കിൽ ന്യായമായ രീതിയിൽ നിങ്ങൾ ഇവിടെ തീരുമാനം എടുക്കുള്ളൂ. നിങ്ങളുടെ മനസ്സിന് ശരി എന്ന് തോന്നുന്നതിന് വേണം ചെയ്യാൻ. ഓക്കെ, ഇതൊരു എന്താ പറയാ, നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാതെ വന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്ന് കാണുന്നു. നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല, ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ട സിറ്റുവേഷനിലേക്ക് വരും എന്ന് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പം നിങ്ങൾക്ക് തന്നെ ഇതൊരു സർപ്രൈസ് ആയിട്ടുണ്ട്, ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് തീരുമാനം എടുക്കേണ്ട ഒരു അവസ്ഥ വന്നു എന്നുള്ളത്. ഓക്കെ, അത് മോശമായിട്ടല്ല പറയുന്നത്, പക്ഷെ നിങ്ങൾ അതിന് തയ്യാറായിരുന്നില്ല. പക്ഷെ ഇവിടെ തീരുമാനം എടുക്കുമ്പോൾ ഇതാണ് മനസ്സിലാക്കേണ്ടത്, ആ തീരുമാനത്തിൽ ഒരു നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് നിങ്ങൾ കടക്കുകയാണ്. ആ തീരുമാനം കൊണ്ട് നിങ്ങളുടെ ലൈഫിന്റെ ട്രജക്ടറിയിൽ ഷിഫ്റ്റ് സംഭവിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിന് ശരിയെന്ന് തോന്നുന്നതിന് വേണം നിങ്ങൾ പ്രാധാന്യം കൊടുക്കാൻ. അതാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ ഹയസ്റ്റ് ഗുഡിനാണ് നിങ്ങൾ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ചുറ്റുമുള്ളവർ പറയുന്നത് കേട്ട് അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യാതിരിക്കുക. അത് നിങ്ങൾ റിഗ്രറ്റ് ചെയ്യും. ഭാവിയിൽ നിങ്ങൾക്ക് അത് ചിലപ്പം ഒരു ഭാരമായിട്ട് തോന്നാം. ഓക്കെ, അത് നിങ്ങൾക്ക് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നാം. അപ്പൊ അത് വരാതിരിക്കാനാണ് പറയുന്നത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ ഫോക്കസ് ചെയ്യുക, വേണമെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുക, സമയമെടുത്ത് തീരുമാനത്തിലേക്ക് വരിക. ധൃതി വെച്ച് തീരുമാനം എടുക്കേണ്ട ആവശ്യം ഇല്ല.
ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മൈ ഡിയർ ഗ്രൂപ്പ് 2 റീഡിംഗ്. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം നന്മകളും നേരുന്നു. താങ്ക് യു.